എൽദോ അപ്പൊ എല്ലാവർക്കും സ്വാഗതം. എൽദോ ഏത് രാജ്യത്താ ഉള്ളത് ഇപ്പോ? ഡിയോണയോ? യുണൈറ്റഡ് കിങ്ഡം. ഓക്കെ, അത് കറക്റ്റ് ആണ്. അപ്പൊ ഇംഗ്ലണ്ട് എവിടെയാപ്പാ? അപ്പൊ ലണ്ടൻ എവിടെയാ? ആണോ? അപ്പൊ ഗ്രേറ്റ് ബ്രിട്ടൻ എന്താണ്? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഇത് ഫുള്ള് കൺഫ്യൂഷൻ അടിക്കുന്ന കാര്യമാണ്. അപ്പൊ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തർ നമ്മൾ ഓരോ മെസ്സേജുകളും വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ പറയുമല്ലോ, അത് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമല്ലേ. ഇംഗ്ലണ്ട്, ബ്രിട്ടൻ, ലണ്ടൻ, യുണൈറ്റഡ് കിങ്ഡം, സ്കോട്ട്ലൻഡ്, വെയിൽസ്, ഇതൊക്കെ ഒരു രാജ്യമാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എല്ലാ സമയത്തും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ് ഇത്. ആദ്യം മുതലേ നമ്മൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ആടി ചോദിക്കാറുണ്ട്, യു കെ ആണോ, ഇംഗ്ലണ്ട് ആണോ, ബ്രിട്ടൻ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ യു കെ, ബ്രിട്ടൻ, സ്കോട്ട്ലാൻഡ്, നോർത്തേൺ അയർലൻഡ്, വെയിൽസ് അങ്ങനെയൊക്കെ പറഞ്ഞ് ലണ്ടൻ, ഇംഗ്ലണ്ട് ഇതൊക്കെ പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. അത് ഓരോ രാജ്യങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ കുറേ നാളായിട്ടുള്ളൊരു സംശയങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തേക്കാന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇംഗ്ലണ്ടിൻ്റെ തലസ്ഥാനമാണ് ലണ്ടൻ. ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞൊരു രാജ്യം, ആ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ലണ്ടൻ. ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നിങ്ങനെയുള്ള 3 രാജ്യങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒരു സംവിധാനമാണ് ഗ്രേറ്റ് ബ്രിട്ടൻ. ഈ പറഞ്ഞ ഗ്രേറ്റ് ബ്രിട്ടൻ്റെ കൂടെ നോർത്തേൺ അയർലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യമുണ്ട്. അതും കൂടി ചേരുമ്പോൾ യുണൈറ്റഡ് കിങ്ഡം ആയിട്ടോ. അപ്പോൾ ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലാൻഡ്, നോർത്തേൺ അയർലൻഡ് ഈ 4 സംഭവങ്ങൾ കൂടി ചേർന്നതാണ് യുണൈറ്റഡ് കിങ്ഡം. വെയിൽസിൻ്റെ തലസ്ഥാനമാണ് കാർഡിഫ് എന്ന് പറഞ്ഞിട്ട് സ്ഥലം. അതുപോലെ തന്നെ സ്കോട്ട്ലൻഡിൻ്റെ തലസ്ഥാനമാണ് എഡിൻബറ. അപ്പോൾ എഡിൻബറ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിരിക്കുന്ന ഭയങ്കര ടൂറിസ്റ്റ് സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ 4 രാജ്യങ്ങൾ കൂടി ചേർന്നായിട്ടാണ് യുണൈറ്റഡ് കിങ്ഡം. തക്കു എൽദോജ, നിങ്ങൾക്ക് ജനറലായിട്ടൊരു ഐഡിയ കിട്ടിയോ? യെസ്. അപ്പോൾ ഈ പറഞ്ഞ വെയിൽസിന്റെ തലസ്ഥാനം ഏതാണ്? കാർഡിഫ് എന്ന് പറഞ്ഞ ഇതാണ് അല്ലെ. ഇംഗ്ലണ്ടിന്റെ തലസ്ഥാനം ഏതാണ്? ലണ്ടൻ ആണ്. അപ്പോ മറ്റേ സ്കോട്ട്ലൻഡിന്റെ തലസ്ഥാനം എഡിൻബർഗ്. അതുപോലെ തന്നെ വേറൊരു സാധനം ഉണ്ടല്ലോ, 4ാമത്തെ ആയിട്ട് നോർത്തേൺ അയർലൻഡ് എന്ന് പറഞ്ഞിട്ട് ബെൽഫാസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലമാണ് അതിന്റെ ക്യാപിറ്റൽ. അപ്പോൾ ഈ ഒരു എല്ലാത്തിൻ്റെയും കൂട്ടിയിട്ട് യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യമാന്ന് പറഞ്ഞല്ലോ. ഈ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ തലസ്ഥാനം എന്ന് പറഞ്ഞൊരു സംഭവം ലണ്ടനായിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിസാരമാണെങ്കിലും ഇതിലിപ്പോൾ നമ്മളെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊക്കെ ഉള്ളത് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ രാജ്യത്താണ്. അപ്പോൾ യു കെയിൽ തന്നെയാണെങ്കിൽ പോലും പല രാജ്യങ്ങളാണ്, 4 രാജ്യങ്ങളുണ്ട്. ഒക്കെയാണ് യു കെ, ഇംഗ്ലണ്ട്, ബ്രിട്ടൻ, ലണ്ടൻ അതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു അറിവ്. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാതെ എല്ലാവരോടും ബൈ.